ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എല്ലാം ജീവനും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള നമ്മൾ അധികം ആരും അങ്ങനെ മനസ്സിലാക്കാത്ത ഒരു അടിപൊളി സൂപ്പർ ഹീറോയെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? എന്താണെന്നല്ലേ? SDS കുറിച്ചിട്ട്. SDS അല്ലെങ്കിൽ MSDS എന്ന് പറയും. ഈ പേരൊക്കെ കേട്ടിട്ട് നിങ്ങൾ തലയിറങ്ങി വീഴുമൊന്നും വേണ്ട. ഇതിനെക്കുറിച്ചിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പം ഇതിൻ്റെ പ്രാധാന്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെന്തായാലും എന്നും പറയാറുള്ളതുപോലെ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് ഈ MSDS കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ഒരു ഇലക്ട്രോണിക് സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മാനുവൽ കിട്ടാറുണ്ട്, ഇല്ലേ? ഒരു സേഫ്റ്റി മാനുവൽ. അതായത് ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതെങ്ങനെ ചാർജ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ മാനുവലിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ടാകും. എന്ന് പറയുന്ന പോലെയാണ് ചില കെമിക്കൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഹെൽത്ത് ബുക്കാണ് ഈ SDS എന്ന് പറയുന്നത്. അതായത് MSDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു കെമിക്കലിൻ്റെ ബയോഡേറ്റ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, നമ്മൾ വീട്ടിലൊരു ഡിറ്റർജൻറ്റ് വാങ്ങുന്നു, അതിൻ്റെ കവറിൽ നല്ല ലെമണിൻ്റെ സ്മെല്ലുണ്ടാവും, പിന്നെ അതിൻ്റെ ആ കവറിൻ്റെ പുറത്ത് ഇത് ക്ലോത്ത് നല്ല രീതിയിൽ വെളുപ്പിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ എന്തൊക്കെ രാസവസ്തുക്കളാണുള്ളത്, അത് കണ്ണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അറിയാതെ ഒരാൾ കുടിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊന്നും കറക്റ്റായിട്ടൊന്നും എഴുതിയിട്ടൊന്നും ഉണ്ടാവത്തില്ല. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ, അതായത് ഈ SDS പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കെമിക്കൽ ഉൽപ്പന്നം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ SDS അല്ലെങ്കിൽ MSDS തന്നിരിക്കണം എന്നാണ് സത്യത്തിൽ നിയമം. മനസ്സിലായില്ലേ? ഇനി അത് തന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിക്ക കമ്പനികളുടെ വെബ്സൈറ്റിൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ എന്ത് മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന പോലെ ഒരു കെമിക്കൽ ഉൽപ്പന്നത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ SDS അല്ലെങ്കിൽ MSDS നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ കെമിക്കൽസിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡേറ്റ നിങ്ങൾക്ക് ഈ MSDS നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ MSDS എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്നറിയാമോ? ഇത് സത്യത്തിലൊരു എൻസൈക്ലോപീഡിയ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കെമിക്കലുണ്ട്, ആ കെമിക്കൽസിൻ്റെ ഒരു MSDS നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ആ MSDS എന്താണ് ആ കെമിക്കലിൻ്റെ പേരെന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വ്യാവസായിക നാമം എന്താണ്, പിന്നെ അതുപോലെ തന്നെ കോൺടാക്റ്റ് വിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ MSDS അതിൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആ കെമിക്കൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ആ MSDS അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ ദോഷകരമാവും അല്ലെങ്കിൽ ഇത് എങ്ങനെ അപകടമുണ്ടാക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഈ ഒരു MSDS പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ തീ പിടിക്കാൻ, നമ്മുടെ കയ്യിലുള്ള കെമിക്കൽ തീ പിടിക്കാൻ സാധ്യതയുള്ളതാണോ, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടോ, പിന്നെ അത് ഉള്ളിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടലിനുള്ള ചാൻസ് ഉണ്ടോ, പിന്നെ സ്കിന്നിൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ MSDS നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലിരിക്കുന്ന കെമിക്കൽസ് ഒരു നായകനാണോ വില്ലനാണോ എന്നുള്ള കാര്യം. മനസ്സിലായില്ലേ? അതുകൂടാതെ ഈ ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ പേര്, അവയുടെ സാന്ദ്രത എന്നിവ ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഈ അലർജി മറ്റു ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ MSDS വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലേ? അതുകൂടാതെ തന്നെ ഈ ഒരു ഉൽപ്പന്നത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നും ഇതിൻ്റെ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണോ, പിന്നെ അതുപോലെ തന്നെ മാസ്ക് ധരിക്കണോ, പിന്നെ ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടോ, പിന്നെ സേഫ്റ്റി ഗോഗിൾസ് ധരിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഇതുമൂലം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസവസ്തു നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കണ്ണിൽ പോയി അത് അറിയാണ്ട് നമ്മുടെ കണ്ണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കെമിക്കൽസ് എങ്ങനെ സൂക്ഷിക്കണം, എവിടെ വെക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഈ ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചില ഉൽപ്പന്നങ്ങൾ തണുത്ത സ്ഥലത്ത് വെക്കണോ, ചിലത് തീയുടെ സ്ഥലത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ MSDS നിന്നായിരിക്കും. പിന്നെ കെമിക്കൽസ് എവിടെ
സ്റ്റോർ ചെയ്ത് വെക്കണം, എങ്ങനെ അതിനോട് ബിഹേവ് ചെയ്യണം എന്നതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഈ MSDSൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഈ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഇതിനോട് ബിഹേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കറക്റ്റായിട്ട്, അതായത് ഈ MSDSൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തതായിട്ട് പറയാനുള്ളത് ഡിസ്പോസൽ കൺസിഡറേഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ കെമിക്കൽസൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് എങ്ങനെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ MSDSൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഒന്നും ദോഷകരമാവാതെ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പല ആൾക്കാരും പലപ്പോഴും ഒരു പുതിയ ഗാഡ്ജറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മാനുവലൊന്നും ആരും വായിച്ചു നോക്കത്തൊന്നുമില്ല. ഇതൊക്കെ എനിക്കറിയാവിടെ എന്നൊക്കെ ഉള്ളൊരു മട്ടിലങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നാളെ വരുന്ന സമയത്ത് ഇതൊക്കെ പണ്ടേ വായിച്ചു നോക്കിയിട്ട് ഓരോ കാര്യങ്ങളങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും ലാസ്റ്റിൽ. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടാവും, ഇല്ലേ? അതുകൊണ്ട് എനിക്കെപ്പോഴും നിങ്ങളത് പറയാനുള്ളത്, ഏതൊരു രാസവസ്തു നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും അതിൻ്റെ SDS അല്ലെങ്കിൽ MSDS നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അത് നമ്മുടെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെയും സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.